ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം മുത്തുമണികൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ ഓയിസ്റ്റർ മഷ്റൂമില്ലേ, അത് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വറുത്തരച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 കഷ്ണം ഗ്രാമ്പു, 2 ഏലക്കായ, 2 പട്ട ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ബൗളിന് ഒരു ബൗൾ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി ആയതിനെ കൊണ്ടാണ് കേട്ടോ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരിക്കലും അത്ര ചേർത്ത് കൊടുക്കരുത്, എരിവ് കൂടിപ്പോകും കേട്ടോ. അപ്പോൾ ഞാനിതപ്പോൾ തേങ്ങ നല്ല പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഞാനിപ്പോൾ ഇതൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ മൺചട്ടി സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കൂടുതലായിട്ട് എടുത്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്നങ്ങ് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സവാള നീളനെ സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനും വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം. നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്ന ശേഷം ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്തിട്ടുള്ള 2 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ടേസ്റ്റിനും പുളിക്കനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ പുളിക്കായിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 2 വലിയ തക്കാളി ഞാൻ ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് വന്ന സമയത്ത് നമ്മൾ വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിലെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ പാകത്തിനായിട്ടുള്ള വെള്ളമാക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഒരുപാട് അങ്ങ് വെള്ളം കൂടി പോവുകയും ചെയ്യരുത് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് 2 പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവ് കുറവായിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ട് ഒരു 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇനി ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാനിവിടെ നമ്മുടെ കൂണൊക്കെ ഇതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മഷ്റൂം കിട്ടുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ മഷ്റൂം വെച്ചിട്ട് ഞാനിതുപോലെ കുറച്ച് ദിവസം മുന്നേ തോരനും വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനേക്കാട്ടിലൊക്കെ എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ, ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകി ഒന്ന് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ നല്ലപോലെ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തുകൊണ്ട് വരണം കേട്ടോ. അതപ്പം നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് പോരാ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിതപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. മഷ്റൂമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കറിയുടെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ പോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറി ഒരുപാട് അങ്ങ് ലൂസാക്കി എടുക്കരുത്. കറി ഈ ഒരു തിക്കിലൊക്കെ എടുക്കണം കേട്ടോ കറി, അപ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി കുനുകുന കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അത് നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് എരിവ് കുറവുള്ള പച്ചമുളക് അതിനെക്കൊണ്ടാണ് 2-3 ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ കറി ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല മൊഞ്ചില്ലേ? അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഈ കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു അച്ചാർ സൈഡായിട്ട് വെച്ചോട്ടോ. അല്ലാതെ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. ഞാനിത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. മക്കൾക്കും നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസം മുന്നേ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം മോനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതുപോലെ വെച്ച് കൊടുത്ത സമയത്ത് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.